കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. VS സുജിത്തിനെയാണ് മർദ്ദനമേറ്റത്. സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം. ഓണം പടിവാതിൽക്കലെത്തിയതോടെ നാടും നഗരവും ഓണത്തിരക്കിലേക്ക്. മലയാളികൾക്ക് നാളെ ഉത്രാടപ്പാച്ചിൽ. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം നാളെ. മാള വടമയിൽ വയോധിക വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ ഉഷയാണ് മരിച്ചത്. പുതിയ കാർ നൽകാമെന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുട മാടായിക്കോണം സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിയെടുത്തതായി ആക്ഷേപം. ചാലക്കുടിയിലെ മാരുതി ഡീലർക്കെതിരെ പരാതി. നമസ്കാരം. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് CCTV ദൃശ്യങ്ങൾ നൽകിയത്. 2023 ഏപ്രിൽ 5 ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് SI നുഹ്മാൻ CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് വ്യാജ കേസ് ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചതായി കണ്ടെത്തി. തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുകയായിരുന്നു. സുജിത്ത് നൽകിയ അപേക്ഷയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകുവാനുള്ള ഉത്തരവിട്ടു. സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിൽ വെച്ച് SI ഉൾപ്പെടെ പോലീസുകാർ മർദ്ദിച്ച് അവശനാക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായത്. നിലവിൽ കോടതി പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടന്നുവരികയാണ്. TCV ന്യൂസ്, കുന്നംകുളം. നാടും നഗരവും ഓണത്തിരക്കിൽ. മലയാളികൾക്ക് നാളെ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ഓണവിപണി സജീവമായി. പച്ചക്കറികൾക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ അല്പം വില കൂടി. നാടൻ പയറിന് ഹോൾസെയിൽ മാർക്കറ്റിൽ 100 രൂപയാണ് വില ഈടാക്കുന്നത്. വെണ്ടയ്ക്ക, കാരറ്റ്, മുരിങ്ങ, നേന്ത്രക്കായ്ക്കും വില കൂടി. പൂവിപണിയും വസ്ത്രവിപണിയും സജീവമാണ്. മഴ ഒഴിഞ്ഞതോടെ വിപണി സജീവമായി. ഓണം പടിവാതിൽക്കൽ എത്തിയതോടെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഓണക്കച്ചവടം തകൃതിയായി. ഓണക്കോടികൾ, ചെരുപ്പുകൾ, ബാഗുകൾ, മൺചട്ടികൾ, ഉപ്പേരികൾ തുടങ്ങിയവ കൊണ്ട് വിപണി ഉഷാറാണ്. ഇനിയുള്ള 2 നാളുകൾ കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. ഓണസദ്യയിലെ താരമായ ഞാലിപ്പൂവന് വൻ ഡിമാൻഡ്. ചാലക്കുടി മാർക്കറ്റിൽ പഴത്തിന്റെ ഇപ്പോഴത്തെ വില കിലോയ്ക്ക് 100 രൂപയ്ക്ക് മുകളിലാണ്. കിലോയ്ക്ക് 60-നും 70-നും കിട്ടിക്കൊണ്ടിരുന്ന ഞാലിപ്പൂവിന്റെ വില ഒരാഴ്ച മുൻപാണ് കുതിച്ചു കയറിയത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ഓണത്തെ വരവേൽക്കാൻ മാത്രമല്ല മാവേലിയും ലഹരിക്കെതിരെ അനിഷ്ട എന്ന വേറിട്ട് ലഹരി വിരുദ്ധ സന്ദേശം വിഷയമാക്കിയാണ് പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. തൃശൂർ സിറ്റിയിലെ 20 പോലീസ് സ്റ്റേഷനിൽ നിന്നും ട്രാഫിക്, വനിതാ സ്റ്റേഷൻ ഉൾപ്പെടെ 50 ടീമുകളാണ് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പൂക്കള മത്സരത്തിലെ വിജയികൾക്കുള്ള 1ാം സമ്മാനമായി 10,000 രൂപയും 2ാം സമ്മാനം 7,500 രൂപയും 3ാം സമ്മാനം 5,000 രൂപയുമാണ് നൽകുക. മാള വടമയിൽ വയോധികയെ വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ 62 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. പാൽ തിളപ്പിക്കുന്നതിനിടയിൽ വസ്ത്രത്തിലേക്ക് തീ പടർന്നതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. സംഭവ സമയത്ത് ഭർത്താവ് രവീന്ദ്രൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുതിയ കാർ നൽകാമെന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുട മാടായിക്കോണം സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ കവർന്നതായി പരാതി. മാടായിക്കോണം വില്ലോമംഗലത്തെ കളരിങ്കൽ സതീശനാണ് തട്ടിപ്പിനിരയായത്. ചാലക്കുടിയിലുള്ള മാരുതി ഡീലറിന്റെ ജീവനക്കാരും ബ്രോക്കറും ചേർന്ന് പുതിയ കാർ നൽകാമെന്ന് പറഞ്ഞ് 11 ലക്ഷം രൂപ ലോൺ എടുപ്പിക്കുകയും ഭാര്യയുടെ പേരിലുള്ള ആൾട്ടോ കാർ കൊണ്ട്
ആൾട്ടോ കാർ കൊണ്ടുപോയി പണം നൽകിയില്ലെന്നും കാറിനുള്ള അഡ്വാൻസായി 2.5 ലക്ഷം രൂപ കൈപ്പറ്റുകയും 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷം ഏപ്രിൽ 9 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് സതീശൻ ആരോപിച്ചു. അതേസമയം പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടന്നു വരികയാണെന്നും പോലീസ് അറിയിച്ചു. പരാതിക്കാരനിൽ നിന്നും പണം കൈപ്പറ്റുകയും കമ്പനിയിൽ പണം അടയ്ക്കാതിരിക്കുകയും ചെയ്ത ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വിഷയത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളതുമായി മാരുതി ഡീലർ മാനേജർ അറിയിച്ചു. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പോർക്കുളത്ത് പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് വീണ്ടും പൊട്ടി. സംസ്ഥാന പാതയിൽ പൈപ്പ് പൊട്ടിയത് ഇതോടെ വെള്ളം സമീപത്തെ വീട്ടിലേക്ക് ഒഴുകി പോർക്കുളം ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന സബ് പൈപ്പാണ് പൊട്ടിയത്. പുതിയ പൈപ്പ് സ്ഥാപിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടിയത്. 2 ആഴ്ച മുൻപും ഇവിടെ പൈപ്പ് പൊട്ടിയിരുന്നു. സംസ്ഥാന പാതയുടെ നവീകരണം വൈകുന്നത് യാത്രക്കാരെ വലയ്ക്കുകയാണെന്ന് ശക്തമായ പൊടി മൂലം പലപ്പോഴും റോഡ് കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. മഴ മാറി നിന്നിട്ടും നവീകരണ ജോലികൾ വൈകുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് പണി പൂർത്തിയാക്കി യാത്രാ ദുരിതം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കർഷകരിൽ നിന്നും സപ്ലൈകോ വഴി സർക്കാർ വാങ്ങിയ നെല്ലിന്റെ വില 48 മണിക്കൂറിനുള്ളിൽ നൽകണമെന്ന് മുൻധാരണ നടപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. നെൽകർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില മാസങ്ങൾ പിന്നിട്ടിട്ടും നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകർ വേളൂക്കരയിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. അധ്യാപികയും ശിക്ഷകങ്ങളും പഠിതാക്കൾ, കേൾവിയും സംസാരവുമില്ലാത്ത പെൺകുട്ടിയും കളത്തിൽ. നിരവധി പ്രത്യേകതകളുമായി ഓണം കളിയുടെ അരങ്ങേറ്റത്തിനൊരുങ്ങി പരിയാരം ആന്ധ്രക്യാമ്പാടത്തെ പെൺകൂട്ടായ്മ. CS ഉമേഷ് എന്ന യുവാവാണ് പ്രദേശത്തെ സാധാരണക്കാരായ യുവതികളെ ഓണം കളിയുടെ കളത്തിലെത്തിക്കുന്ന ദൗത്യമേറ്റെടുത്തത്. കൊന്നക്കുഴിയിലെ ബിജുവും ഇയാൾക്കൊപ്പം ചേർന്നു. പ്രശസ്ത ഓണം കളിക്കാരനായ വിനയൻ നെല്ലായി ആശാനായി എത്തി. ഇതോടെ അന്ത്രക്യാമ്പാടത്ത് രാമായണശീലുകളും കൈകൊട്ടിന്റെ താളങ്ങളും ഉയർന്നു കേട്ടു. നാലോ അഞ്ചോ പേരൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓണംകളിയിലെ പുതുമുഖങ്ങൾ. 6 വയസ്സുകാരായ ആഷിയും അനന്തിതയും ചേച്ചിമാർക്കൊപ്പം ഒന്നാന്തരം കളിക്കാരായി മാറി. ജന്മനാ കേൾവിയും സംസാരവുമില്ലാത്ത BA ബിരുദക്കാരിയായ അനന്യയും കളിയും ആംഗ്യങ്ങളും ഇതിനകം നോക്കി പഠിച്ചു. അരങ്ങേറ്റത്തിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ പ്രൊഫഷണൽ ഓണംകളി മത്സരത്തിന് പോകുമെന്ന് പരിശീലകൻ സുമേഷ് പറഞ്ഞു. കഴിഞ്ഞ 3 മാസമായി നടന്നുവരുന്ന പരിശീലനത്തിൽ മികച്ച ഒരു വനിതാ ഓണംകളി സംഘത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞുവെന്ന് ആശാൻ വിനയൻ നെല്ലായി പറയുന്നു. ഇതുപോലെ ടീം ഒരു പഠിച്ചൊരിതായിട്ടുണ്ട്. എനിക്ക് അതൊരു വലിയൊരു സംതൃപ്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി പഠിക്കാനുണ്ട്. നല്ല രൂപത്തിലാവും പിള്ളേർ, നല്ല പിള്ളേരാണ്. ഞാനൊരു 3 മാസത്തോളമായി എല്ലാവരും ഈ ഓണനാളിന് വേണ്ടിയിട്ട് കഠിന പരിശ്രമത്തിലാണ്. കളിയുടെ അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു 37 അംഗങ്ങളുണ്ട് നമ്മുടെ ടീമിൽ. മാസങ്ങൾ നീണ്ട പരിശീലനത്തിനും മറ്റുമായി വലിയൊരു തുക ഇതിനകം സംഘത്തിൽ നിന്നും ചെലവായി. ഓണം കളിച്ചൊന്നും ഇത് നേടാനാവില്ലെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. എങ്കിലും രാമായണ കഥയിലെ ഏടുകളും പുരാണങ്ങളും കോർത്തിണക്കി അവതരിപ്പിക്കുന്ന കൈകൊട്ടുകളിയിലൂടെ പോയകാല ഓണത്തിന്റെ ആവേശം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിൽ.
TCV ന്യൂസ്, ചാലക്കുടി. ഓണത്തപ്പനില്ലാത്ത ഓണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. ഓണം എത്തും മുൻപേ വിപണിയിൽ ഓണത്തപ്പന്റെ വിൽപ്പന തകൃതിയായാണ് നടക്കുന്നത്. തിരുവോണപ്പുലരിയിൽ മുറ്റങ്ങളെ അണിയിച്ചൊരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തൃക്കാക്കരയപ്പൻ, അതായത് ഓണത്തപ്പൻ. അത്തം മുതൽ തന്നെ ഓണത്തപ്പൻ തൃശൂർ വിപണികളിൽ സജീവമാണ്. ഓണത്തപ്പൻ ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ദൈവികമാണ് മലയാളിക്ക്. തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ച് ഓണത്തപ്പനെ മുറ്റത്തും വീട്ടിലും പ്രതിഷ്ഠിച്ച് തിരുവോണത്തെ വരവേൽക്കണം എന്നാണ് സങ്കല്പം. അത്തം മുതൽ തന്നെ ഓണത്തപ്പന്മാർ വിപണിയിൽ എത്തിത്തുടങ്ങും. തിരുവോണം മുതൽ പൂരുരുട്ടാതി വരെയാണ് വീടുകളിൽ ഓണത്തപ്പന്മാർ സ്ഥാനം പിടിക്കുക. കളിമണ്ണിൽ നിർമ്മിക്കുന്ന ഓണത്തപ്പന്റെ പണികൾ 2 മാസം മുന്നേ ആരംഭിക്കും. പല രീതിയിലും പല വലുപ്പത്തിലും ഓണത്തപ്പന്മാരെ ഒരുക്കി വെക്കും. വലുപ്പ കൂടുതലനുസരിച്ച് വിലയിൽ മാറ്റങ്ങളും വരുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ അത് വെളിഞ്ഞിട്ട് 2ാം പ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കി അത് ഉണക്കി അതിനൊരു ചിത്രം വരച്ച് പിന്നെ അതിനുള്ള തുളകളൊക്കെ ഉണ്ടാക്കി പിന്നെ അതിനുള്ള പൂവ് പണിയും കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടു വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പൊട്ടി പോകുന്നത് പൊട്ടി പോവും, മഴ കൊള്ളുമ്പോൾ അലിഞ്ഞു പോകുന്നത് അലിഞ്ഞു പോവും. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കച്ചവടത്തിനായി എത്തിയിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി മാവേലി മഞ്ഞനെ വരവേൽക്കാൻ കേരളക്കര ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറാമാൻ കൃഷ്ണകുമാർ മലയിലിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. കരിഞ്ചാൽ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കാട്ടാക്കാമ്പൽ, വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിഞ്ചാൽ കടവ് പാലം നിർമ്മാണത്തിന്റെ പുരോഗതി MLA പരിശോധിച്ചു. കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് അംഗം രാജി, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബൂബക്കർ, MN സത്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള ലേബർ മൂവ്മെന്റ് എലവള്ളി യൂണിറ്റിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത KLM ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് തയ്യൽ മിഷൻ വിതരണവും എലവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഓണക്കിറ്റ് വിതരണവും നിർവഹിച്ചു. KLM എലവള്ളി യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, KLM സെക്രട്ടറി ബിജു ചിറയത്ത്, വാർഡ് മെമ്പർമാരായ സനിൽ കുന്നത്തുള്ളി, സീമ ഷാജു, ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപു തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഇത്തനോളി ST ഉന്നതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികൾ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് അധ്യക്ഷത വഹിച്ചു. AB പ്രിൻസ്, AA പിയൂസ്, സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയ ശ്രീരാമചന്ദ്ര സേവ റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 150ഓളം നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യദാന കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ P ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച ചടങ്ങ് ട്രസ്റ്റ് ചെയർമാൻ PG നായർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ C പ്രേംകുമാർ, ഫിനാൻസസ് ചെയർമാൻ P മാധവ മേനോൻ, വൈസ് ചെയർമാൻ P ജനാർദ്ദൻ, ജോയിന്റ് കൺവീനർ വിനു നടുവത്തേരി തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം വടക്കാഞ്ചേരി നഗരസഭയിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായി. വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA PA മാധവൻ ഡോക്ടർ ശ്രീനിവാസനെ ആദരിച്ചു. കിഡ്നി സൗജന്യമായി നൽകിയ യുവ കർഷക ലീന ഡാർവിൻ, പാലിയേറ്റീവ് പ്രവർത്തക ശ്രീദേവി എന്നിവരെയും ആദരിച്ചു. ഒല്ലൂർ പുനർജീവൻ സോഷ്യൽ സർവീസ് സെന്ററിൽ മിറാക്കൽ ചലഞ്ച് 2025ന്റെ പ്രവർത്തനമാരംഭവും ഓണാഘോഷവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു.
പുനർജീവൻ സർവീസ് സെന്ററിൽ മിറാക്കിൾ ചലഞ്ച് 2025 ഭാഗമായി തട്ടിൽ പഴുങ്കാരൻ അന്തോണി ഭാര്യ ട്രീസയുടെ 5ാം ചരമവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി സംഭാവന ചെയ്ത സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററും കൺസൾട്ടിംഗ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചു. തലോർ ജെറുസലേം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പുനർജീവൻ ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്ന രോഗികൾക്കായി തട്ടിൽ പഴുങ്കാരൻ ലോനപ്പൻ അന്തോണി സ്പോൺസർ ചെയ്ത 10 വീൽചെയറുകളും 10 വാക്കറുകളും ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്തിന് കൈമാറി. അമ്മ ട്രീസയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് പഴുങ്കാരൻ ട്രസ്റ്റിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ആശ്രയ ട്രസ്റ്റ് ക്യാൻസർ സെന്ററിലേക്കുള്ള സഹായധനം തട്ടിൽ പഴുങ്കാരൻ അന്തോണി മകൻ മനോജ് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറിന് നേരത്തെ കൈമാറിയിരുന്നു. അമ്മ ട്രീസയുടെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി എന്നിവരുടെ സാന്നിധ്യത്തിൽ 50 സെന്റ് സ്ഥലം വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് പിതാവ് അന്തോണി സംഭാവന നൽകിയിരുന്നതായി തട്ടിൽ പഴുങ്കാരൻ അന്തോണി മകൻ മനോജ് പറഞ്ഞു. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുട എടക്കുളം ശ്രീനാരായണ ഗുരു സ്മാരക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷവും ഈ മാസം 5, 6, 7 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 5-ന് എടക്കുളം UP സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷം ചലച്ചിത്ര താരം മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും. 6-ന് നടക്കുന്ന വാർഷിക സമ്മേളനം ഡോക്ടർ രാജഹരി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഗുരുദേവ ജയന്തി ദിനമായ 7-ന് ഘോഷയാത്ര നടക്കും. സംഘം പ്രസിഡന്റ് KV ജിനരാജദാസൻ, ജനറൽ സെക്രട്ടറി VC ശശിധരൻ, രക്ഷാധികാരി CP ശൈലനാഥൻ, ട്രഷറർ KK വത്സലൻ, സംഘാടക സമിതി സെക്രട്ടറി KK രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലയാളികളുടെ മാതൃഭൂമിയായ കേരളത്തിന്റെ തനിമകളെക്കുറിച്ച് VU രാധാകൃഷ്ണൻ രചിച്ച കേരള തനിമകൾ എന്ന പുസ്തകം പുറത്തിറങ്ങി. ആകാശവാണി തൃശൂർ നിലയത്തിലൂടെ നടത്തിയ ഹരിതം എന്ന പ്രഭാഷണ കുറിപ്പുകളുടെ സമാഹാരമാണിത്. പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷികം ആചരിക്കുന്ന ആകാശവാണി തൃശൂർ നിലയത്തിനാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. പത്മശ്രീ കലാമണ്ഡലം ഗോപി ലൈബ്രറി കൌൺസിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ ജയൻ അവണൂരിന് ആദ്യ പുസ്തകം കൈമാറി. കാർട്ടൂണിസ്റ്റ് മധൂസ്, വിയൂർ ഗ്രാമീണ വായനശാല സെക്രട്ടറി ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു. കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്.
മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ചിലെ സഹപാഠികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷം ഡിസംബറിൽ സംഘടിപ്പിക്കും. സ്കൂളിൽ ചേർന്ന പൊതുയോഗത്തിൽ CS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MP വിജയൻ, ബേബി മാത്യു, ഡേവി കാവുങ്കൽ, P ഹരിദാസ്, അശോകൻ, അലവി ജോസ്, ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ NV പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ അധ്യക്ഷത വഹിച്ചു. നടൻ ബാലാസു, അനി വർഗീസ്, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, അജിതൻ മേനോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. ഫർണിച്ചർ വിപണന രംഗത്ത് 4.5 പതിറ്റാണ്ടിലേറെ കാലത്തെ വിശ്വാസ പാരമ്പര്യവുമായി സമാനതകളില്ലാതെ മുന്നേറുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ ചൊവ്വൂരിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഓണം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വമ്പിച്ച ഡിസ്കൗണ്ട് ഓഫറുകളാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ ചൊവ്വൂർ കാളത്തോട് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ നവീകരിച്ച ഷോറൂമിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. പ്രൊപ്പറേറ്റർ റെപ്പായി പുല്ലോക്കാരൻ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. 1979 മുതൽ രംഗത്തുള്ള പുല്ലോക്കാരൻ ഫർണിച്ചർ എല്ലാത്തരം ഫർണിച്ചറുകളും മറ്റാരും നൽകാത്ത വിലക്കുറവിലാണ് ലഭ്യമാക്കുന്നത്. വീട്, ഫ്ളാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള പ്രൗഢിയും ഗുണമേന്മയും ഈടുറ്റതും ആകർഷകവുമായ സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ, കട്ടിൽ, ദിവാൻ കോട്ടുകൾ, അലമാരകൾ, മാട്രസുകൾ, കിഡ്സ് ഫർണിച്ചറുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ചൊവ്വൂർ കാളത്തോട് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം പണിശാലയിൽ സാധാരണക്കാരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈട്ടി, തേക്ക്, അക്വേഷ്യ, മഹാഗണി എന്നിവയിൽ ഫർണിച്ചറുകൾ നിർമ്മിച്ചും നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന അളവിലും ആകൃതിയിലും ഫർണിച്ചറുകൾ സെറ്റ് ചെയ്തും നൽകും. പഴയതും പുതിയതുമായ തലമുറകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകളുടെ ശേഖരവും പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ സവിശേഷതയാണ്. ഓണത്തോടനുബന്ധിച്ച് 5 മുതൽ 20% വരെ ഡിസ്കൗണ്ടും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേകം മെഗാ ഓഫറുകളും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും പുല്ലോക്കാരൻ ഫർണിച്ചർ വിഭാവനം ചെയ്യുന്നു. പാരമ്പര്യത്തിലും ഗുണനിലവാരത്തിലും സെലക്ഷനിലും വിലക്കുറവിലും PF എന്ന 2 അക്ഷര ലോഗോയിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഒന്നാമതുള്ള പുല്ലോക്കാരൻ ഫർണിച്ചറുകൾക്ക് കേരളത്തിന് പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആവശ്യക്കാരേറെയാണ്. EMI സൗകര്യവും ലഭ്യമാണ്. ഞായറാഴ്ചകളിലും ഷോറൂമുകൾ തുറന്നു പ്രവർത്തിക്കും. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,805 രൂപ, പവന് 28,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. PS സുജിത്തിനെയാണ് മർദ്ദനമേറ്റത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം. ഓണം പടിവാതിൽക്കലെത്തിയതോടെ നാടും നഗരവും ഓണത്തിരക്കിലേക്ക്. മലയാളികൾക്ക് നാളെ ഉത്രാടപ്പാച്ചിൽ. ഗുരുവായൂരിൽ കാഴ്ചക്കൊല സമർപ്പണം നാളെ. മാളാവടമയിൽ വയോധികയെ വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ ഉഷയാണ് മരിച്ചത്. പുതിയ കാർ നൽകാമെന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുട മാഠായിക്കോണം സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിയെടുത്തതായി ആക്ഷേപം. ചാലക്കുടിയിലെ മാരുതി ഡീലർക്കെതിരെ പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.